എനിക്ക് ചില ഫെമിനിസ്റ്റുകളെ ഇഷ്ടമല്ല. ഈ ഓവുലേഷൻ പീരീഡ് പലരും കൂടെ പോകുന്ന അതിന് സീരിയസ്ലി ഫെമിനിസ്റ്റ് നടക്കുന്ന നാണക്കേട് തോന്നിക്കുന്ന ഒരു ഇതാണ്. ഓവുലേഷൻ പീരീഡിൽ ഏതൊരു ഗേളും അങ്ങനെ ഒരു തോട്ട് പോകത്തേ ഇല്ല. അതും ഏതൊരു പുരുഷനും എന്നുള്ള രീതിക്ക് അത്രയും വിയേർഡായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. മേ ബി ആ പറഞ്ഞ ആൾ അത്രത്തോളം വിയേർഡായിട്ട് ചിന്തിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പയ്യനൊരു കേസ് വന്നു, അവൻ റേപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അവൻ അല്ലെങ്കിലും ആണെങ്കിലും അവന്റെ ഫോട്ടോ ന്യൂസ് ചെയ്ത് വരും. നേരെ തിരിച്ചൊരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ പുറത്തു വിടും. ബ്രോ പറ, ഫോട്ടോ പുറത്തു വിട്ട് ബ്രോ കണ്ടിട്ടുണ്ടോ? അതെ, ഫേക്ക് ഓഡിഷൻസ്. രജിസ്റ്റർ ഫീ 500 രൂപ, കൂടുതൽ 2500 രൂപ, ഇത്ര പൈസ അഭിനയിപ്പിക്കുക പറയുന്ന അവരുടെ മൂവിക്കുള്ള ബഡ്ജറ്റ് അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുക. ചിക്കുവിന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് അമ്മ. അമ്മയെന്ന് വിളിച്ചാൽ ഒന്നിട്ട് പറയേ. ലത. ലത മലയാളി, മലയാളം, തമിഴ്. മലയാളത്തിലും തമിഴിലൊക്കെ തിരക്കിട്ട് ഓടി നടക്കേണ്ട ഒരു നടീനാണ് ഇവിടെ ഇരുത്തേക്കുന്നത്. കോണ്ടന്റ് ക്രിയേഷനിൽ ശത്രുക്കളാണ് ആക്ച്വലി ഉണ്ട്, പക്ഷെ സൈലന്റ് ആയിട്ട്. ശരിക്കും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് എനിമീസ്. ഡീസിൽ വാമിക ചെയ്ത റോൾ എന്താണ്? ഓഫ്കോഴ്സ് കോൾ ഗേൾ എന്നാണ്. അപ്പൊ അവരൊക്കെ ചെയ്തതിന് അവർക്കൊന്നും ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ഒന്നും. ഇത് ഒരു റീലിൽ ഒരു ക്രിയേറ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് ബുള്ളിയും കിട്ടുന്നുണ്ട്. പേഴ്സണൽ ആയിട്ട് താൻ അങ്ങനാണോ? താൻ റേറ്റ് എത്രയാണ് 1 നൈറ്റ്? ഒരു മിനിറ്റ് ബേബി വോയിസിൽ സംസാരിക്കുക. ഹായ്, മോന്റെ പേരെന്താ? ഇനിയിപ്പോ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ? ഇങ്ങനെ പോകുന്നു. അതിന്റെ കൂടെ തന്നെ സിനിമ കിട്ടിയാൽ അത്രയും. ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? അതെ, ഫേക്ക് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തതല്ല, ഫേക്ക്. നമ്മൾ അങ്ങോട്ട് പൈസ ചോദിക്കുന്ന. രജിസ്റ്റർ ഫീ 500 രൂപ, കൂടുതൽ 2500 രൂപ, ഇത്ര പൈസ അഭിനയിപ്പിക്കുക. കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തില്ല. അല്ല, രജിസ്റ്റർ ഫീ 2500. അതെ, അവര് പറയുന്ന അവരുടെ മൂവിക്കുള്ള ബഡ്ജറ്റ് അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുക. പിന്നെയാണ് നമ്മളൊരു റിയൽ ആയിട്ടുള്ള ഒരു ഡയറക്ടറെ കണ്ടിട്ട് സംസാരിച്ചു. പുള്ളിയാണ് പറഞ്ഞത്, നിങ്ങളുടെ രജിസ്റ്റർ ഫീസ് വെച്ച് സിനിമയ്ക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവർക്ക് ആ ഫണ്ട് ഉള്ളതുകൊണ്ടാണ് അവർ സിനിമ തുടങ്ങുന്നത്. പിന്നെയാണ് നമുക്ക് അറിവ് കിട്ടിയത്. പിന്നെ നമ്മൾ അങ്ങനത്തെ പിന്നെ ഓഡിഷൻസ് പിന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ എനിക്കറിയാവുന്ന ആൾക്കാരോടും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, പൈസ കൊടുത്തിരിക്കും സിനിമയിൽ അഭിനയിക്കുന്നത്. അതിനൊരു ജീവനില്ല. കാരണം നമ്മുടെ പൈസ മേടിച്ചിട്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ആരാണ് ഏറ്റവും കൂടുതൽ പൈസ അവനായിരിക്കും. എന്റെ പടത്തില് ഈ ക്യാരക്ടർ ചെയ്യണമെന്ന് ഞാനത് തീരുമാനിക്കണേ. ചിക്കുവിനെ ചെയ്യേണ്ട ക്യാരക്ടർ ചിക്കുവിനെ ചെയ്യണം. വേറൊരു ശരീരപ്രകൃതവും സ്വഭാവവും പൈസ കൊടുത്ത് ആരെ അവിടെ വിളിക്കാനുള്ള കാര്യത്തിൽ ജെന്യൂനല്ല. ശരിയാണ്. നമുക്ക് കിട്ടണം, നമുക്ക് കിട്ടും അല്ലേ? ഉറപ്പായിട്ടും ഒരു കാരണവശാലും പൈസ കൊടുത്ത് അഭിനയിക്കരുത്. അത് ആ ഡയറക്ടറുടെ ആഗ്രഹമാണ്. എനിക്കൊരു സിനിമയാണ്, അത് ആ സിനിമയ്ക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല നിങ്ങളുടെ പൈസ. ഒരിക്കലുമില്ല. അത് അനുഭവമുള്ളവർക്ക് മനസ്സിലാവും. ആ പടം ഇറങ്ങൂല, പൈസ പോയെന്ന് കൂട്ടിയാൽ മതി. കറക്റ്റ് ഒരാളെടുത്ത് നിങ്ങൾ പോയി പെടും ഉറപ്പായിട്ടും. അതെ, ഇതിന് ആക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നു? സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മള് ഓരോ റീൽസിലും ആക്ടിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും മാക്സിമം. ഇപ്പൊ ഞങ്ങളുടെ ഇപ്പം ഏത് റീൽ എടുത്താലും അതിലെങ്കിൽ പറ്റുന്നത്ര ബെസ്റ്റ് ഞങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം ഹാർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കും. ഇപ്പൊ നമ്മള് എടുത്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള സംസാരിക്കുന്ന ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അതിന് മാറി മാറി ഇപ്പൊ ആക്ടിങ് ഫോക്കസ് ചെയ്യേണ്ട പോലത്തെ ടോപ്പിക്സ് എടുത്തു തുടങ്ങി. അതാകുമ്പോ നമുക്ക് ആക്ടിങ് കാണിക്കാം. പേടി, സന്തോഷം, ഏകദേശം എല്ലാം കാണിക്കുന്നത്. എന്റെ ഒരു റീലുണ്ട്, ഒരു നൈഫൊക്കെ വെച്ചിട്ട് കത്തിയൊക്കെ വെച്ചിട്ട് ലൈക്ക് കൊല്ലുന്ന പോലത്തെ ഒരു. അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷനും ദേഷ്യവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആക്ടിങ് എന്താണെന്നാണ് ഞാൻ റീല പഠിച്ചത്. മനസ്സിലായി? ഇവള് മോസ്റ്റ്ലി പേടിക്കുന്നതും ദേഷ്യപ്പെടുന്നതും അതൊക്കെ ആ റീൽസിലൂടെ പഠിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ റീലും നമുക്ക് പാഠമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടില്ലാന്നുണ്ടെങ്കിൽ അടുത്ത റീൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ റീൽ അതാണല്ലോ റീല്. ഈ കോണ്ടന്റ് ക്രിയേഷനിൽ ശത്രുക്കളാണോ? ആക്ച്വലി ഉണ്ട്, പക്ഷെ സൈലന്റ് ആയിട്ട്. നമ്മളെന്താ സത്യം പറയണേ, എനിക്ക് സ്ഥിരമായിട്ടൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്
കമന്റ് വരും. അപ്പൊ ഒരു ദിവസം എനിക്ക് അറിയുന്ന ഫ്രണ്ട്, ഞാൻ പുറത്തു വിട്ടിട്ടില്ല, എനിക്ക് അറിയുന്ന ഫ്രണ്ടിനെ ഞാൻ പുറത്തോട്ട് പറഞ്ഞു, എടാ ഇത് നോക്ക് നീ ആരാണ്, അവന് ഈ എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവന് ജസ്റ്റ് അവൻ പറഞ്ഞു, അവിടെ അക്കൗണ്ട് വെച്ചിട്ടൊന്നും നമ്മളൊക്കെ ഒരാളെ നോക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചിട്ട് ആ നമ്പറിന്ന് എവിടെ നിന്നാണെന്ന് നിൽക്കുന്ന രീതിക്ക് മെയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അതൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു, എല്ലാവർക്കും അറിയുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു. ഇല്ല ഇപ്പോഴും മേ ബി ഇല്ല ഇപ്പൊ കുറച്ചായിട്ട് വരുന്നില്ല. ആദ്യം എല്ലാം നല്ല നമ്മുടെ ഒരു വീഡിയോ റീച്ച് ആകുന്ന ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ആള് വരും. ശരിക്കും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് എനിമീസ്. അതെ, സത്യം പറഞ്ഞാൽ ഒരു ഫേക്ക് അക്കൗണ്ടൊന്നും പോയിട്ട് ഒരാളുടെ റീലിലും ഞാൻ ഇതൊരു കമന്റ് ഇട്ടിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഫേക്ക് അക്കൗണ്ടിൽ പോയി ചെയ്യാം. എനിക്ക് പറയാനുള്ളതാണെങ്കിൽ ഡയറക്റ്റ് എന്റെ അക്കൗണ്ട് തന്നെ ഞാൻ പറയും. അതിനുള്ള ധൈര്യം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ അത് പറയാനുള്ള അർഹതല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങളിപ്പോ യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് പോകുന്നു, ഈ ആദ്യം ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നൊരു സമയത്ത് ആ ഒരു മൊമെന്റ് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം തന്നെ ആദ്യമായിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ സമയത്തൊക്കെ എക്സ്ട്രീം ലെവൽ ഹാപ്പി ആയിരിക്കും. അതൊരു വേറെ ഫീലാ. നമ്മള് വിജയിച്ചു തുടങ്ങുന്നു, നമ്മളെ ഒരു 4 പേര് അറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുമ്പോ നമുക്ക് ഒന്നുകൂടെ ഒരു ഊർജ്ജം കിട്ടും. അതെ. ഇപ്പൊ നിങ്ങള് ഭയങ്കര സ്ട്രഗിൾ ആയിട്ട് ഇവിടെ എത്തിയേക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്. നിങ്ങൾ രണ്ടുപേരും വെച്ച് നോക്കുമ്പോ പേഴ്സണലി എനിക്ക് നിങ്ങൾ അറിയാം, എനിക്കറിയാം നിങ്ങൾ എന്തോരം കഷ്ടപ്പെടണമെന്നും എനിക്കറിയാം. ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുമ്പോ ഒന്ന് ബാക്കോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങൾക്ക് ഇതെനിക്ക് കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തേനെങ്കിൽ തോന്നൽ വരുന്ന കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ നേരത്തെ ഓരോന്നിനും ടൈം ഉണ്ടല്ലോ. അത് മാത്രമല്ല, ഇപ്പോ നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ സ്റ്റേജിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത് തന്നെ. ഇപ്പോഴും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, എന്നാലും ശരിക്കും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വയസ്സ് 19 വയസ്സ് പ്രായമുള്ള പിള്ളേർ ജീവിക്കുന്ന ജീവിതമേ അല്ല ഞങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് കുറച്ച് ഇപ്പൊ ഒരു പ്രൊമോഷൻ ഇപ്പൊ ഒരു ഫണ്ട് കിട്ടാന്നുണ്ടെങ്കിൽ ഒരു 19 വയസ്സുള്ള ഒരു ഗേൾ തിങ്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു കഫേയിലോട്ട് പോവാം, നല്ലൊരു ഡ്രസ്. ഓക്കെ, ഫസ്റ്റ്ലി തിങ്ക് ചെയ്യുന്നത് ഒരു ഡ്രസ് എടുക്കാന്നുള്ളതായിരിക്കും. കിട്ടണമെന്നുണ്ടെങ്കിൽ എടവാട നമുക്ക് ട്രിപ്പ് പോവാം, നമുക്ക് അല്ലെങ്കിൽ അവന് മാക്സിമം ഫണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ വണ്ടി എടുക്കാനോ എങ്ങനെയൊക്കെ നോക്കും ചിലപ്പോ കൂടി പോ. പക്ഷെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മള് പബ്ബ് ഈ സംഭവങ്ങളൊന്നും പോവാതെ ഞങ്ങൾ ആകെ എന്റർടൈൻമെന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങളുടെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തിയേറ്റർ സിനിമയ്ക്ക് പോവാ, ഒന്ന് പുറത്തുനിന്ന് എപ്പോഴും ഫുഡ് കഴിക്കുക. ബാക്കി ഞങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ ഒരു പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ചെലവിന് പോകും. ഞങ്ങളുടെ വീട് നോക്കുന്നത് ഞങ്ങളാണ്, ഫാമിലി നോക്കുന്നത് ഞങ്ങളാണ്. അല്ല പക്ഷെ നമ്മള് ഫാമിലി മൊത്തത്തിൽ നോക്കുന്നത് നമ്മളാണ്. സ്വന്തം കാര്യം കൂടുതൽ ഞങ്ങളിപ്പം പഠിക്കുന്നുണ്ടല്ലോ, അപ്പം റെന്റ് ഉണ്ട്. ഒന്നാമത് അറിയാലോ എറണാകുളത്ത് ഒരാൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ റെന്റ് മാത്രമല്ല എക്സ്ട്രാ എക്സ്പെൻസ്, ഫുഡ് വേസ്റ്റ്, ആ വേസ്റ്റ്, ഇത് വാട്ടർ ബില്ല്, എക്സ്ട്രാ ഇങ്ങനെ ഓരോന്ന് വന്നോണ്ടിരിക്കില്ല. അങ്ങനെ തന്നെ കൂടുതലും നമ്മൾ ഇൻവൈറ്റഡ് ആണെങ്കിൽ നമ്മൾ പോകും. ഇല്ല, എവിടെ നോക്കിയാലും ഞങ്ങളെ കാണാൻ പറ്റില്ല. ഇല്ല, മെയിൻലി ടൈം കിട്ടി ഒരു വീഡിയോ എടുക്കുക. ആഗ്രഹമെല്ലാം ഉണ്ട്. പിന്നെ ഫസ്റ്റ്ലി നമുക്ക് അതിന് അങ്ങനെ പോകാനുള്ള ഒരു ഫ്രണ്ട്സും അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഇവനിക്ക് ഞാൻ എന്നുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഫീമെയിൽ ഫ്രണ്ട് അടക്കമില്ല. ഉണ്ടായിരുന്നു, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് 5th മുതൽ 6th അങ്ങനെ അത്രയും ചെറുപ്പം മുതലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ന് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ എന്നോട് മിണ്ടുന്നില്ല. അറിയില്ല, സ്റ്റാർട്ടിങ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമില്ലേ, ഞാൻ അങ്ങനെ നമുക്ക് ഇങ്ങനെ വ്യൂസ് ഒന്നും കേറുന്നില്ല, അങ്ങനെ ആണോ നിനക്ക് കേറുന്ന, നീ പേടിക്കണ്ട, അങ്ങനെയൊക്കെ ആദ്യം പറയായിരുന്നു. പക്ഷെ നമുക്ക് ഈ മില്യൺസ് വന്ന് തുടങ്ങിയില്ലേ, അതാണ് ഇപ്പം നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്കാമാണ്, വിശ്വസിക്കില്ലേ? എല്ലാവരും അല്ല, ഉള്ളവരില് ഭൂരിപക്ഷവും
സ്കാമേഴ്സ് ആണ്. ഒരാൾ വളരുന്നത് പലർക്കും ഇഷ്ടമല്ലാത്ത ഫ്രണ്ട്സ് നമുക്ക് ചുറ്റും ഉണ്ട്. അത് നമ്മളായിട്ട് തിരഞ്ഞെടുക്കാൻ കണ്ടുപിടിക്കും. അങ്ങനത്തെ ഉണ്ട് ഇഷ്ടം പോലെ. എന്റെ നോക്കുമ്പോ എല്ലാരും ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ഒരു ഫ്രണ്ട് സർക്കിൾ ഞാൻ വേറെ കണ്ടിട്ടില്ല. എവിടെ വെച്ചാണ് നിങ്ങൾക്ക് നോക്കി ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഒരുമിച്ചാണ് നിങ്ങളുടേതായിട്ടുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളാണ് ഫ്രണ്ട്സ് വൈസ്. ഞങ്ങൾ ബാക്കി റിലേഷനിൽ ചേച്ചി അമ്മ അങ്ങനെ എല്ലാവരും കാണും. ബെസ്റ്റ് ഫ്രണ്ട്സ് ആരും ഇല്ല. എല്ലാവരും നമുക്ക് ഫ്രണ്ട്സ് ആണല്ലോ. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ക്യാമറ ഷൂട്ട് ചെയ്യാൻ എപ്പോഴേലൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അവനെ വിളിക്കും. ലൈക്ക് അവൻ വരുന്നു, അവർ രണ്ടുപേര് അവർ ഫ്രണ്ട്സ് ആണ്. നമുക്ക് എല്ലാം ഓപ്പണായി പറഞ്ഞ് ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് എല്ലാം ഓപ്പണായി നമ്മുടെ ഇമോഷൻ ഷെയർ ചെയ്ത് അങ്ങനത്തെ ഫ്രണ്ട്സ് നമുക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജീവിച്ച് പോവാൻ റെന്റൊക്കെ കൊടുത്ത് പോകാനുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോന്ന് വെച്ചാൽ അതിന് മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം കിട്ടുന്നുണ്ട്. നമ്മളാ എക്സ്പെൻസ് അതിനു വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് നടന്നു പോകും. നിങ്ങൾ വേറെ ചെലവൊന്നും നോക്കുന്നില്ല. വളരെ പരിമിതമായിട്ടുള്ള നല്ല രീതിയിൽ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിട്ടൊന്നും നമ്മള് അങ്ങനെ ട്രിപ്പോ പബ്ബോ ഒന്നും. ശരി, ഓക്കെ. ഈ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് എല്ലാം വരും തേടി എത്തും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പൊ എത്ര വർഷമായി കൂടെ ടോക്സ് സ്റ്റാർട്ട് ചെയ്തു? 1 year കഴിഞ്ഞു. 1 year. ഈ ഒരു 1 yearനുള്ളിൽ ഒരു 12 മാസം കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ മന്ത് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ എവിടം വരെ എത്തിയിരുന്നു. 1 വർഷം കൊണ്ട്. ഇനി സമയം കിടക്കുക, നിങ്ങൾ ചെറുപ്പമല്ലേ, സമയം കിടക്കുക. ഓരോ വർഷം കഴിയുമ്പോൾ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ വരും. കുറച്ചാൾ കഴിയുമ്പോൾ ഞാനൊക്കെ നിങ്ങൾ ഇന്റർവ്യൂകൾ കിട്ടാത്തത് തിരക്കിലാവും, ഞാൻ പാഞ്ഞ കിടക്കുന്നുണ്ടാവും. ആവട്ടെ, അങ്ങനെയൊക്കെ ആവട്ടെ. പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, കമന്റുകൾ വരുമ്പോൾ നിങ്ങൾ ഡൗൺ ആവാറുണ്ടോ? ഡൗൺ എനിക്ക് സങ്കടാവാറൊക്കെ ഉണ്ട്, പക്ഷെ ഡൗൺ ഒരിക്കലും ആയിട്ടില്ല ഇതുവരെ. കാരണം ഞാനൊരു കാര്യം പറയാം, ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിക്ക് വ്യൂസ് കിട്ടിയ ഒരു ഞാൻ ക്യാരക്ടർ ചെയ്ത് കോൾ ഗേളിന്റെ ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ DC ഇറങ്ങിയില്ലേ, നല്ല രീതിക്ക് ഫേമസ് ആണ്. ഇപ്പൊ DCയിൽ വാമിക ചെയ്ത റോൾ എന്താണ്? ഓഫ്കോഴ്സ് കോൾ ഗേൾ എന്നാണ്. ഇഷ്ടംപോലെ ആക്ട്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്തതിന് അവർക്കൊന്നും ഈ പറഞ്ഞ നെഗറ്റിവിറ്റി ഒന്നുമില്ല. എല്ലാവരും പോസിറ്റീവ് മാത്രം നോക്കുന്നുള്ളൂ അവരുടെയൊക്കെ. ഇതേത് ഒരു റീലിൽ ഒരു ക്രിയേറ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് ബുള്ളിയും കിട്ടുന്നുണ്ട്. പേഴ്സണലായിട്ട് എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. പേഴ്സണലായിട്ട് താൻ അങ്ങനാണോ, റേറ്റ് എത്രയാണ് 1 നൈറ്റിന്, ഇത്രയും ബാഡ് ആയിട്ടുള്ള കമന്റ്സ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്. അതും കുറെ OG അക്കൗണ്ട്സ് നടക്കാൻ എനിക്ക് വന്നിട്ടുണ്ട്. ബോഡി ഷെയ്മിങ് ആണെന്ന് എല്ലാം വന്നിട്ടുണ്ട്. സീരിയസ് എനിക്ക് അതാണ്. കാരണം ഒരു ക്യാരക്ടറിനെ ക്യാരക്ടറായിട്ട് മാത്രം കണ്ടാൽ പോലെ അറിവില്ലായ്മയല്ലേ ശരിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു സിനിമ നമ്മൾ കാണുന്നത് ആ സിനിമ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ സിനിമയാണെന്ന് അതുപോലെ റീൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഈ റീൽ എന്തിനാ റിയൽ ലൈഫായിട്ട് അക്സെപ്റ്റ് കണക്ട് ചെയ്യാൻ നിൽക്കുന്നത്? അതിൽ അർത്ഥമില്ലല്ലോ. ഇവര് പറയുന്നത് ഇപ്പൊ ഫേസ്ബുക്കിൽ ഇപ്പം ഇൻസ്റ്റേനേക്കാളും അതേ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോയപ്പോ അതിൽ ഈ അങ്കിളും ആന്റിമാരും കുറച്ച് കൂടുതലാണല്ലോ. അവര് വന്ന് കമന്റ്, ഞങ്ങളുടെ പിള്ളേര് കണ്ട് പിള്ളേര് ഇങ്ങനെ ആവൂലേ, ഞങ്ങൾ പറയുന്ന പെൺപിള്ളേർ കാണുന്നല്ലേ, പെൺപിള്ളേർ ഇങ്ങനെ വഴിതെറിച്ച് അങ്ങനെ പോകത്തില്ല. 18 വയസ്സുള്ള പിള്ളേർക്ക് ഫോൺ കൊടുത്താൽ മതി. അത്രയും ബോധമില്ലാത്താണോ ഇവരുടെ പിള്ളേര്? അല്ല, സ്വന്തം പിള്ളേരെ കാര്യം നോക്കാൻ പറ്റാത്ത പേരൻസ് എന്തിനാണ് ഞങ്ങൾ പറയാൻ നിൽക്കുന്നത്? നമ്മള് ഒരു കോണ്ടന്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പറയാനുള്ള ഒരു അധികാരം അവർക്കില്ല. അവരെ 18 വയസ്സിന് താഴെയാണ് ഒരു പിള്ളേരെങ്കിൽ അവർക്ക് ഫോൺ കൊടുക്കാണ്ട് സോഷ്യൽ മീഡിയ പാരന്റൽ കൺട്രോൾ ഇട്ടിട്ട് അവർക്ക് കൊടുക്കാം. അങ്ങനെ കൺട്രോൾ ചെയ്യാലോ. അതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കാര്യം അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലേ? നമ്മളിപ്പോ അവരുടെ പിള്ളേര് നമ്മളെ കാണുന്നുണ്ടോന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്? അല്ല. കാരണം വിഷമം ഉണ്ടാവുമല്ലോ. പക്ഷെ അത് പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു ക്യാരക്ടർ വന്നാൽ ചെയ്യാണ്ടിരിക്കുക ഒരിക്കലും ഇല്ല. ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. ഒരു സിനിമയിലാണെന്നുണ്ടെങ്കിലും അപ്പൊ ഒരാൾക്കൊരു ചാൻസ് കിട്ടുകയാണ് കോൾ ക്ലൈറ്റ്, ആരെങ്കിലും പോവാതിരിക്കും. ഓഫ്കോഴ്സ് അത് സിനിമയാണ്. അപ്പൊ അതിൽ കാണാത്ത എന്താണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ വരുമ്പോഴത്തേന് ഇവരിങ്ങനെ കാണുന്നത്? ജസ്റ്റ് ആ ക്രിയേഷൻ ആയിട്ട് മാത്രം കാണുക. അതെടുക്കാനുള്ള ഒരു സെൻസ് അവർക്ക് കൊടുക്കട്ടെ. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ പഠിക്കുന്നതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബം നോക്കുന്നു. അത്യാവശ്യം നമ്മളൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരും ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞത് വീട്. ഇപ്പൊ വാടക. പിന്നെ ഞാനായി മെയിനായിട്ട് എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം കടമുണ്ട്. അപ്പം ഫസ്റ്റ്ലി അത് തീർക്കാനേ നോക്കത്തുള്ളൂ. പഠിപ്പിക്കാനും ഉണ്ട്. പിന്നെ അച്ഛൻ വരുത്തി വെച്ച കുറെ കടമുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ആവശ്യത്തിന് എടുത്ത് ഒന്നാമത് പലിശ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എടുത്ത്
അച്ഛൻ കുഴപ്പമൊന്നുമില്ല. ആദ്യം കുറെ കടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയുടെ പേരിൽ. അപ്പം അതടയ്ക്കണം. ലക്ഷക്കണക്കിനുണ്ട്. ഞാൻ ഇല്ല, അത് അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിപ്പം എൻ്റെ ലൈഫേ നോക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം എനിക്ക് അതും കൂടി നോക്കണം. ഞാനും അമ്മയും ആണ് ഇപ്പോൾ ഉള്ളത്. ഫാദറിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഹെൽപ്പ് ചെയ്യും എപ്പോഴേലൊക്കെ. അപ്പോൾ ആ ഹെൽപ്പ് ഒരു പ്രാവശ്യം ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെൽപ്പിനെ കുറിച്ച് 100 പ്രാവശ്യം പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി. പിന്നെ അത് മാത്രമല്ല, എന്റെ അമ്മ വരുന്ന സമയത്ത് ഒരുപാട് ഗോൾഡൊക്കെ ആയിട്ട് വന്നതാണ്. 100 പവൻ സ്വർണ്ണമൊക്കെ ആയിട്ട് പണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോ ഇപ്പൊ എന്റെ അമ്മയുടെ കയ്യിൽ 1 ഗ്രാം സ്വർണം പോലും ഇല്ല. അപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. ഒരു വീട് വേണമെന്നുണ്ട്. അതില് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പെറ്റ്സിനെ നിർത്താൻ പറ്റണം. കാരണം ഈ എറണാകുളത്ത് മെയിനായിട്ട് ഞാൻ ഇമോഷണലി എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വീടാണ് ശരിയാണ്, ഒരു വീട് പെറ്റ്സ് അലൗഡ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അല്ലാണ്ട് അയ്യ പട്ടിയെ കൊണ്ട് എന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മള് വീട് നോക്കുന്ന സമയത്ത് അങ്ങനെ അപ്പൊ എനിക്ക് ഇവിടെ ഒരു നമുക്ക് ഇവിടെ വീട് കിട്ടാൻ ഭയങ്കര അപ്പൊ ഒരു വീട് എന്റെ പെറ്റ്സിനൊക്കെ കളിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വീട് സെറ്റ് ചെയ്യണം. നോക്കേ ഒരു പണിയതല്ലോ. ഇപ്പോ ചിക്കുവിന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് അമ്മ. അമ്മ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. അപ്പോ അച്ഛൻ സഹായിക്കുന്ന രീതി സഹായിക്കട്ടെ. പക്ഷെ അച്ഛൻ വന്നാലും വന്നില്ലെങ്കിലും അമ്മ നിഴല് പോലെ കൂടെയുണ്ട്. രണ്ടുപേരെയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അമ്മ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പണിയാലോ, അമ്മേനെ ഒന്ന് വിളിച്ചാൽ. അമ്മ നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് അമ്മയെ വിളിച്ചിരുത്താം. അപ്പൊ നമസ്കാരം അമ്മ. എന്താ പേരെന്താ? എന്റെ പേര് ലത. ലത. ഒന്നുകൂടി പറഞ്ഞേ. ലത. ലത. മലയാളി? മലയാളം? തമിഴ്. തമിഴാണ്. എവിടെ? തമിഴ്നാട്ടിലെവിടെ? തമിഴ്നാട് മധുര. മധുരയിലാണോ? മധുര മീനാക്ഷി ടെമ്പിളിന്റെ അടുത്താണോ? അടുത്തന്നെ. അടുത്താണ്. അപ്പോ നിങ്ങൾ എല്ലാരും അവിടെ ആയിരുന്നു അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കേരളത്തിലേക്ക് വന്നു? ഓ, എന്നിട്ട് ഇവിടെ പിന്നെ ഇവിടെ എടുത്ത് നോക്കാൻ. മധുരയിൽ എവിടെയായിട്ടാ സ്ഥലം ശരിക്കും? മധുര പഠിച്ചതൊക്കെ മീനാക്ഷിയമ്മ ടെമ്പിളിന്റെ അടുത്ത് തന്നെ. പിന്നെ ഞങ്ങള് പെരിയ ഹോസ്പിറ്റലും പറയും, രാജാജി ഹോസ്പിറ്റൽ, അതിന്റെ ബാക്ക് സൈഡ് വരുള്ളൂ. അവിടെ ഉണ്ട്. അത് പിന്നെ ചെന്നൈയിൽ സെറ്റിലായി. ഞാൻ ഈ റീലിലൊക്കെ കാണുന്ന അമ്മയല്ലല്ലോ ഇപ്പൊ പൂച്ചേനെ പോലെ രണ്ടുപേരെ നടക്ക് ഒളിച്ചിരിക്കുന്ന പോലെ. അഭിനയിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്? എനിക്ക് ചെറുപ്പത്തോട്ട് നല്ല ഇഷ്ടമൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും നിങ്ങൾ റീലില് മനഃപൂർവ്വം ആ ഒരു സ്ലാങ് കൊണ്ടുവരുന്നതല്ല. അമ്മ ഇങ്ങനെ അമ്പടാ. അമ്മയ്ക്ക് അഭിനയിക്കുന്നതൊക്കെ ഇഷ്ടമായിരുന്നോ? നല്ല ഇഷ്ടം തന്നെ. പക്ഷെ വീട്ടിലെ ചെറുപ്പപ്രായത്തിൽ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് വിളിച്ചിട്ടുണ്ട് സിനിമ അഭിനയിക്കാനൊക്കെ. വിളിച്ചപ്പോ എന്റെ ബ്രദർ സമ്മതിച്ചിട്ടില്ല. പ്രഭുവിന്റെ മൂവിലൊക്കെ വന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു എനിക്ക് അത്ര അറിയില്ല, ഒരു നന്ദിനി ഒരു ക്യാരക്ടർ ഉണ്ട് മലയാളത്തിൽ, കൈക്കൊട്ടും. പിന്നെ ആ സിനിമയുടെ സമയത്തൊക്കെ ആളുടെ സിസ്റ്റർ എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെ ഡയറക്ടർ വീട്ടിലേക്ക് ആളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഞാനൊരു അമ്പലത്തേക്ക് പോണപ്പോ അങ്ങനെ കണ്ടില്ല. ബ്രദർ ആരോ ഇല്ല, എന്റെ ബ്രദർ വീട്ടിലേക്ക് ഒരു ഡയറക്ടറായിട്ട് വന്ന് ഒരാൾ ചോദിക്കുമ്പോ ആങ്ങളെ സമ്മതിച്ചിട്ടില്ല. ഇത് എത്ര വർഷം മുമ്പത്തെ കാര്യം? എന്റെ മാരേജിന് മുന്നേ, 25 വർഷം മുമ്പ്. ചേട്ടാ, ഒരു മലയാളത്തിലും തമിഴിലൊക്കെ തിരക്കിട്ട് ഓടി നടക്കേണ്ട ഒരു നടീനെയാണ് ഇവിടെ ഇരുത്തേക്കുന്നത്. എന്തായാലും വരട്ടെ. ഇനിയിപ്പോ ഇവരുടെ റീലിൽ കൂടി ഇപ്പൊ വീണ്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുന്നുണ്ട്. അതെന്റെ മോനപ്പോ എന്താ ആഗ്രഹം പറഞ്ഞപ്പോ അവന് തീർത്തു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ 2 മക്കളെന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഈ കുട്ടികളെ ഇത്ര നല്ല രീതിയിൽ നോക്കി വളർത്തുന്നത്? അച്ചടക്കമൊക്കെ കൂടുന്നത് എങ്ങനെയാണ്? എനിക്ക് പറഞ്ഞാ എല്ലാരും പറയും മോണൊക്കെ ഞാൻ പുറത്തെങ്ങനെ വിടാതപ്പോ എനിക്ക് പേടി. ആകെ ഒരു കുട്ടിയല്ലേ, അപ്പൊ പുറത്ത് വിട്ട് കഴിഞ്ഞ പിള്ളേർക്ക് കൂടി നശിപ്പിക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു അമ്മേനെ ഞാൻ. അപ്പൊ ഞാൻ കൂടുതൽ അവനെ പുറത്ത് അങ്ങനെ അവരായിട്ട് സംസാരിക്കുന്ന നീ അവനെ പുറത്ത് കൊണ്ടുപോയിട്ട് നീ മോണ അങ്ങനെ ചീത്തയാക്കും അങ്ങനത്തെ മൈൻഡ് ക്യാരക്ടറിനെ എനിക്ക്. പിന്നെ വീട്ടിലെ ഫാമിലിയിലെ ആൾക്കാരും ഒന്ന് ചെയ്തപ്പോ അപ്പൊ എനിക്ക് ഇവനെ എങ്ങനെ നല്ല രീതിയിൽ വളർത്ത് ഒന്ന്
ഇതാക്കണം. പുറത്തൊന്നും വിടാതെ നമ്മൾ തന്നെ സ്നേഹം കൊടുത്ത്. കാരണം രണ്ടുപേരും അച്ചു ഇപ്പൊ എത്ര നാളായി കൂടെ? അവള് 1 year ആയിട്ട് 1 year ആയിട്ട് പരിചയം. 2 years ഒക്കെ 2 years ആയിട്ട് പരിചയം. രണ്ടുപേരും ഒരു മക്കളെ പോലെയാണ്. എനിക്ക് പെൺകുട്ടിയില്ലാതെ എനിക്ക് അവളെ നല്ല താല്പര്യം. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പേഴ്സണലി എനിക്ക് ഇവരറിയാം. എനിക്ക് കണ്ടു പരിചയങ്ങളുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ കണ്ടേക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷെ ഇവർ രണ്ടുപേരും എനിക്ക് എപ്പോഴും പറയാം അടിപൊളി പിള്ളേര്, പാവങ്ങളാണ്, ആവശ്യമില്ലാത്തൊരു വള്ളിയും പിടിക്കില്ല, ഒരാളുടെ കാര്യത്തിൽ ഇടപെടില്ല. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ തന്നെ ആവട്ടെ എപ്പോഴും. അമ്മയ്ക്ക് ഇങ്ങനത്തെ നോക്കാൻ ഇപ്പൊ അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഒന്നും വേണ്ട, ഇത് എടവും വലവും ഓരോരുത്തരുണ്ട്, ഇവര് മതി, ധൈര്യമായിട്ടിരുന്നു, എന്തായാലും എല്ലാം സെറ്റ് ആവൂട്ടാ. എന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും ഇനി എന്തെങ്കിലും വിഷമമുണ്ടോ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എന്തെങ്കിലും? ഇല്ല, അങ്ങനത്തെ ഒരു വിഷമങ്ങളൊന്നുമില്ല. എനിക്ക് അവന് എന്റെ മോനെ നോക്കേണ്ട ഒരു ധൈര്യം എനിക്ക് നന്നായിട്ടുണ്ട്. ആരും വിട്ടാലും എൻ്റെ മോനെ നല്ലൊരു മോനായിട്ട് വളർത്തില്ല. എൻ്റെ കുടുംബക്കാരൊക്കെ കുറേ പറഞ്ഞു, മോണിങ്ങനെ എറണാകുളത്ത് പഠിക്കുക മോണ് ശരിയാവില്ല, അങ്ങനെയൊക്കെ കുറേ ഫാമിലിയിലെ കുറേ ആൾക്കാരൊക്കെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ അവർ മുന്നിലൊക്കെ ഇവന് ഒരു നല്ല കുട്ടിയായിട്ട് ആരും ഒരു പുറത്തേക്ക് പറയില്ല. ഫാമിലിയിലെ ആൾക്കാർ മാത്രം ഒരു സംശയങ്ങളുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ എറണാകുളത്ത് പഠിക്കുന്നു പറഞ്ഞപ്പോ അങ്ങനൊക്കെ കുറെ ആൾക്കാർക്ക് എന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാമിലിയിലെ ആൾക്കാർ കൊറേ വീട്ടിലെല്ലാം പറഞ്ഞത് അത് മോണിങ്ങനെ ഒറ്റയ്ക്ക് പഠിക്ക് പോയിട്ട് എന്തിനും അവൾക്ക് ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു നല്ല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പൊ എറണാകുളത്ത് അവൾക്ക് സീറ്റ് കിട്ടിയപ്പോൾ അവൻ പഠിക്കാൻ പോണപ്പോ കുറെ ആൾക്കാർ പറഞ്ഞ് എറണാകുളത്ത് എന്തിനാ പഠിപ്പിക്കുന്നത്, വേറെ നാട്ടിൽ തന്നെ പഠിപ്പിച്ചാൽ പോരെ, എറണാകുളത്ത് എന്ത് കഞ്ചാവും കാര്യങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ മോനെ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ യൂട്യൂബിന്റെ അടുത്തിട്ട് എനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഫാമിലിയിലെ ഡീമൺ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയും എനിക്കത് വിഷയമില്ല, എന്റെ മോൻ അതിൽ പറ്റിട്ടില്ല. പിന്നെ എനിക്ക് എന്റെ മോനെ നല്ല വിശ്വാസമുണ്ട്, അന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്, അത് എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആരെന്താ പറഞ്ഞാലും എനിക്ക് ഒരു വിഷയമല്ല, ഞാൻ വളർത്ത മോണ് എനിക്ക് കറക്റ്റായിട്ട് വളർന്ന് എനിക്ക് നല്ല ഇതുണ്ട്, അവൻ വലിയ തെറ്റി പോവില്ല, വലിയ തെറ്റി പോവില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട്. ആരെന്താ പറഞ്ഞാലും അങ്ങനത്തെ ഒരു ഇതിൽ പോവില്ല. വലിയ തെറ്റല്ല. പിന്നെ അതുള്ളത് എന്താ പറയാ, ഒരു വീഡിയോ ഒക്കെ നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് കണ്ടിട്ട് അപ്പൊ ഒരു ഇതായിട്ട് അവനക്ക് ഒരു സീൻ വന്നാലും അവനക്ക് ചുമയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ അവനക്ക് എന്റെ പുറത്ത് പോയിട്ട് എന്താ സിഗരറ്റ് വലിക്കുക, ഡ്രിങ്ക്സ് അടിക്കുക, എന്താ വേണം ചെയ്യാം. പക്ഷെ അവനക്ക് എന്നെ നോക്കുന്ന ഒരു ആവശ്യമില്ല. പക്ഷെ അവൻ അങ്ങനെയല്ല. ഇപ്പോഴുള്ള പിള്ളേർക്ക് എങ്ങനെ അവന് നല്ല കളിച്ച് നടക്കുന്നത്. പക്ഷെ അവനക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡം ഇത്രയും പറയുള്ളൂ. ഇപ്പൊ ഒരമ്മ എന്ന നിലയിൽ ഇവർക്കെതിരെ ഇപ്പൊ എന്താണെന്ന് ഇവരെന്താണ് നമ്മുടെ ഇന്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും. ഒന്നും കൂടി ഇപ്പൊ അമ്മയ്ക്ക് ചിലരോട് പറയാൻ പറ്റില്ല, നേരിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരുപാട് ആൾക്കാർ ഇവരെ ചീത്ത വിളിക്കുന്നുണ്ട്, മോശം ഇഷ്ടംപോലെ കമന്റ്സ് അവരോട് അമ്മയ്ക്ക് എന്താ പറയുന്നത്? ഇപ്പൊ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോ കാണാം. പിന്നെ 18 വയസ്സിൽ എന്താ പറയുക താഴെ കുട്ടികൾക്ക് ഒന്ന് ഫോൺ കൊടുക്കാനും അത് പാരന്റ്സ് ഒന്ന് ഇതാക്കണം. ഈ ഇപ്പൊ ഒരു പ്രാവശ്യം അച്ചുവിന്റെ എന്റെ നമ്പർ ലീക്കാണ്. അപ്പൊ അച്ഛൻ വിചാരിച്ചിട്ടാണ് കൊറേ പിള്ളേര് എന്നെ ഫോൺ വിളിച്ചു, എന്റെ നമ്പറിലേക്ക് കോള് അപ്പൊ ഞാൻ ഒരു ഇവള് ഫോൺ വെച്ച സമയത്ത് എന്നെ ഒരു കുട്ടി വിളിക്കുന്നുണ്ട് വാട്സപ്പില്. അപ്പൊ ഞാൻ ചോദിച്ചത് ആരാ എന്താ എത്ര 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട്. 8th. അപ്പൊ ഞാൻ ചോദിച്ചു 8th എന്ത് മോനെ വേണം ചോദിച്ചു. ചേച്ചി അഭിനയിക്ക് ചേച്ചി വിചാരിച്ചിട്ട് ഒന്ന് ഞാൻ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ അവള് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ, ഒന്നാമത്തെ നിങ്ങളുടെ പ്രായത്തിന്റെ അനുസരിച്ച് മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. പിന്നെ അതില്ലാതെ ആ കുട്ടീന്റെ അമ്മേന്റെ നമ്പറിന് ലീക്ക് ആവണം കേട്ടാ. പിള്ളേർ വിളിക്കണ്ട, ഫോണൊന്നും ഇങ്ങനെ എടുക്കരുത്. അമ്മയത് അച്ഛനൊന്നും കാണലേന്ന് ചോദിച്ചിട്ടാണ്. അപ്പോഴേക്കും ഞാൻ ചോദിച്ചു ഫോൺ എടുത്തിട്ട് ആരും ഇങ്ങനെ എന്താ പറയാ എനിക്ക് കിട്ടുന്നില്ല, നാശമായി പോകരുത്. പേരൻസോട് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് മാത്രം കൊടുക്കുക. കൊച്ചു കൊച്ചു പിള്ളേരാ. പേരൻസ് ചില ആൾക്കാർ ഇവർ വീഡിയോ കാണുമ്പോ എന്താ പറയാ, ചില ആൾക്കാർ ഒരു ആൾക്കാർക്ക് കമന്റ്സ് നെഗറ്റീവ് ആയിട്ട് ഇടും. അങ്ങനെ എന്ത് ഡ്രസ്സ് അത് ഓരോരുത്തരുടെ ഫ്രീഡം ഇടുണ്ട്. ഇപ്പൊ എങ്ങൾ വീട്ടുകാർക്ക് ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാര്യങ്ങളൊക്കെ. ഞാൻ എന്താ പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടാണ് ഞങ്ങളുടെ കുട്ടികൾ വീഡിയോ ചെയ്യുന്നു, ഡ്രസ്സിങ്സ് ഇടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടവർ കാണാൻ, ഇഷ്ടപ്പെടാത്തവർക്ക് അത് മനസ്സിലാവാത്തത്. ഒരു കാലഘട്ടത്തില്
നമ്മള് ഈ കച്ച കുത്താന്ന് പറയില്ലേ, ഇവിടം വരെയുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്ന സിനിമകളെ കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ. സിനിമകളെ കാണുമ്പോൾ കുഴപ്പമില്ല. പണ്ട് കാലത്ത് എന്ന് പറയാം അത് ഇല്ലായ്മ. ബ്ലൗസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാരി ഉടുക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് ബ്ലൗസ് കൊണ്ടിട്ടിട്ടുള്ള മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടും എല്ലാരും പറയില്ല. 2026 എനിക്ക് ഇതുപോലെ എനിക്കത് കാണുന്ന അവന്റെ പിന്നെ ഞാൻ എന്താ പറയുന്ന അറിയോ, ഇപ്പൊ ഒരു ആൺകുട്ടികളും പെൺകുട്ടികളാണെന്നാലും പുറത്തിറങ്ങിയാലും നമ്മൾ എന്താ പറയാ, നമുക്ക് അവർ മക്കളെ വിശ്വസിക്കാം. അവർ തെറ്റ് ചെയ്യല്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ പോയി ഇറട്ടെ. എന്തിന് നമുക്കൊരു ധൈര്യം കൊടുക്കണോ? എന്തിനാ പിള്ളേരെ പൂട്ടി വെക്കണോ? അതിന്റെ ആവശ്യമില്ല അല്ലേ? മോട്ടിവേഷൻ സ്പീക്കറാണ്. അല്ല നമ്മൾ എന്താ പറയാ, അടുത്ത അയൽവാസി അവർ പറയുന്ന ഇവർ പറയുന്നതൊന്നും നമ്മൾ അത് കെയറിങ് ചെയ്യാൻ പാടില്ല. എന്ത് ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മക്കൾ നമ്മൾ വിശ്വസിക്കാം. ഒരാണാന്നാലും പെണ്ണാന്നാലും എന്തിനാ അവർ നമ്മളെന്ത് തെറ്റ് ചെയ്യുന്നു നമ്മളിങ്ങനെ ചിന്തിക്കുന്നു? വേണ്ട. തീർച്ചയായിട്ടും. എന്തായാലും മക്കളെന്തായാലും അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് വന്നു. എനിക്കല്ല 100 പവനൊക്കെ കിട്ടുന്ന ഒരാളെ ഇതാരായിരുന്നു ആ കാലഘട്ടത്തിൽ. എനിക്ക് അതൊക്കെ മോണൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. മോണ് കിട്ടില്ല, സ്വർണ്ണം പോയി. സാധനം മുകളിലോട്ട് പോയതല്ല. എനിക്ക് അതിന്റെ ടെൻഷൻ, എനിക്ക് അതിനെക്കാളും എനിക്ക് എന്തോ മോണൽ എനിക്ക് വലിയ അതല്ല. എന്താ 2 മക്കളും പല സിനിമകൾ അഭിനയിച്ച് ഞാൻ കാണണം ആഗ്രഹം. എനിക്കതൊന്നും അറിയില്ല. പാട്ടുകൾ ഇഷ്ടം. അല്ല, എനിക്ക് പാടാൻ എനിക്കറിയില്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ മധുരയിലാണ് വീടെന്ന് പറഞ്ഞോണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത് കുറെ തമിഴ്നാട് ഫുഡ് ഭയങ്കര ഇഷ്ടം. അന്വേഷിച്ച് പോയി കഴിക്കാറുണ്ട്. അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം പറഞ്ഞേ. എനിക്ക് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ബിരിയാണി ഉണ്ടല്ല, അമ്മ ഉണ്ടാക്കുന്നത് ബിരിയാണി പറയുന്നുള്ളൂ. ബിരിയാണി കഴിച്ചവരാരും ഇതൊരു സാധനം പറയില്ല. അത്ര നല്ല ബിരിയാണിയാ. എന്ത് ബിരിയാണി അമ്മ ഉണ്ടാക്കാറ്? തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. എന്റെ മോനെ സത്യം പറ, കേരളത്തെ ബിരിയാണി അല്ലാന്ന് എനിക്ക് അമ്മയുടെ ബിരിയാണി കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. നമ്മളോട് കിട്ടുന്നത് ശരിക്കും നെയ്ച്ചോറും ചിക്കനും വെച്ചിട്ടുള്ള സാധനമല്ലേ. പക്ഷെ ഇത് കഴിക്കുമ്പോൾ ഈ പുറത്തു പോകുമ്പോ ബിരിയാണി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അമ്മ അത്രയും വലിയ അമ്മ എനിക്ക് ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി തരും. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് എല്ലാവർക്കും ടീമിനും കൊടുത്തതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അമ്മ ഒരുപാട് സന്തോഷം. എനിക്ക് ഇവരെ കൊണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചോദിച്ചറിയാനും ചെയ്യിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇതിലേക്ക് വന്നതിലും ഒരുപാട് സന്തോഷം. രണ്ടുപേരും കൂടി അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തേക്ക്. ഓക്കെ, അപ്പൊ അമ്മയുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമ്മൾ ചെറിയൊരു ഗെയിം സെഗ്മെന്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. ആദ്യം ആർക്കാ വേണ്ടേ? ലേഡീസ് ഫസ്റ്റ്. ഓക്കെ. ഏറ്റവും വലിയ ചമ്മിയ അല്ലെങ്കിൽ നാണക്കേടുണ്ടായ ഒരു സംഭവം? ഏതാണ് ചമ്മിയതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാണം കിട്ടതായിട്ടുള്ള? ഒരു സ്റ്റേജില് നിൽക്കായിരുന്നു. ഓക്കെ, അപ്പം എന്തോ പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഏകദേശം ഫ്രണ്ടിലാണ്. നോർമലി സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ സ്കൂളും കോളേജൊക്കെ ക്യാമറ ആയാലും സീനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തോ പറഞ്ഞപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഗസ്റ്റ് അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന ഹായ് അങ്ങനെ കാണിക്കൂലേ. അപ്പൊ ഞാൻ അപ്പോൾ അവിടുന്ന് ഹായ് കാണിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ആ ഹായ് എന്നൊക്കെ ഇവിടുന്ന് കാണിച്ചോണ്ട്, പക്ഷെ എന്നെ അല്ലായിരുന്നു, പുറത്തുനിന്ന് വേറൊരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആണെങ്കിലും സീനിയേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അപ്പുറത്ത് ക്യാമറ നിൽക്കുന്നു, എല്ലാവരും കണ്ടു. ഞാൻ അവിടുന്ന് ആ ഹായ് എന്നൊക്കെ ഞാനത് ഭയങ്കര ഞാനൊരു ആംബിവേർട്ടാണ്. പക്ഷെ ആ പുള്ളിക്കാരൻ എന്നെ നോക്കി ഹായ് കാണിക്കുന്നോണ്ട് ഞാൻ അങ്ങനെ ചാടിക്കറി ഹായ് എന്നൊക്കെ കാണിക്കുന്നു. ആ സമയത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് എല്ലാവരും ചിരിക്കുന്നു. ഞാൻ എന്തിനാ ചിരിക്കുന്നത് ഇതിന് നോക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വേറൊരാൾ നടന്നു വരും സ്റ്റേജിലോട്ട്. ഉറപ്പാണ്. ആരും അറിയാതെ ഇതുവരെ ആരും അറിയാതെ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ്? ആരും അറിയാതെ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഇതുവരെ ആർക്കറിയാത്ത നമ്മൾ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം? അതൊന്നുമല്ല, അത് മണ്ടത്തരല്ല. സ്വിമ്മിംഗ് പൂളിലാണ് എപ്പോഴും പറയാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറയൂല. പറയടാ. അല്ല, ഞാനൊരു സ്വിമ്മിംഗ് പൂളേ കാശ് കൊടുത്ത് മേടിച്ച്, അതും
മൈസില്ലാത്ത സമയത്ത് ഞാൻ EMI കിട്ട് മേടിച്ച് എന്ത് മറ്റേ വീട്ടില് വലിയ സിനിമ വലുത് EMI കിട്ട് മേടിച്ച് EMI കിട്ട് മേടിച്ച് ഞാനത് കൊടുന്ന് വെച്ച് EMI അടച്ചോണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നാൾ മുമ്പ് എടുക്കാം EMI അത് അത്ര വലുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് വിചാരിച്ച് മുങ്ങി കുളിക്കാൻ വെറുതെ മേടിച്ച് എന്റെ വീട്ടിൽ എത്തി. വലുതായിരുന്നു, അതിന് വലിയ വട്ടമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിൽ നിറഞ്ഞു വരുമ്പോ നിറയുമ്പോ വിചാരിച്ചു ഇതുവരെ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഭവം. ഇതുണ്ട്, വീതിയുണ്ട്, നീളമുണ്ട്, ഹൈറ്റില്ല. അതുവരെ ഉള്ളു വെള്ളം. എന്താ ഇനി EMI ഒക്കെ കുറെ നാളെ അടച്ചു. അച്ഛൻ മോളിൽ നിർത്തി ചാടി അടിപൊളിയൊക്കെ പോയി പോകാന്ന്. അത് ഓൺലൈനിൽ മേടിക്കുന്ന കുറെ പേർക്ക് കിട്ടും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരന് നല്ലൊരു ഫ്ലവർ വൈസും കപ്പും സോസറും എത്ര 160 രൂപയ്ക്ക് അങ്ങോട്ട് ഇത്ര ഇത് എല്ലാം കൂടി കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. മേടിച്ചപ്പോ ഇത്ര കാറിന്റെ മുകളിൽ വെക്കൂലേ, ഒത്തിരി വെക്കില്ല. അത് അവൻ വിചാരിച്ചു ഇത്രയും ലാഭം കിട്ടിയത്. ഓർഡർ ചെയ്യപ്പോ എന്നോട് പറയുകയും ചെയ്തായിരുന്നു ഞാൻ എനിക്കൊരു സാധനം ലാഭത്തെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. ട്രൂത്ത് ആരും ഡയർ എടുക്കുന്നു. ഓക്കെ, എന്തെങ്കിലും വീടുള്ള ക്വസ്റ്റ്യൻ എത്ര കഷ്ടപ്പെട്ട് സെർച്ച് ചെയ്യണം. അവസാനമായിട്ട് ആരോടാണ് കളവ് പറഞ്ഞത്? ഇല്ല, ഞാൻ ജീവിതത്തിൽ കളവ് പറയില്ല. അങ്ങനൊന്നുമില്ല. ഇടി മേടിക്കും. പറഞ്ഞോ. അവസാനമായിട്ട് ആരോടാ കളവ് പറഞ്ഞത്? ആരോടാ ചിക്കു ഞാൻ കളവ് പറഞ്ഞത്? ഇറങ്ങുമ്പോ എന്താ പറഞ്ഞു നീ? ചാർജർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ചാർജർ ഇവന്റെ ഐഫോൺ ആയതുകൊണ്ട് ചാർജ് നിക്കില്ലല്ലോ. അപ്പൊ എപ്പോ എടുത്തിട്ടുണ്ട് ബാഗ് നോക്കുമ്പോൾ മടിയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബാഗിൽ നോക്കിയപ്പോ ചാർജർ ഇല്ല. അപ്പൊ എവിടെ പറയാം വെറുതെ പറഞ്ഞേക്ക് വയ്യ മടിയായിരുന്നു. ദൈവമേ, കൊള്ളാം. ഈ ഇങ്ങനത്തെ തുടങ്ങുന്നതാ. ധൈര്യവാൻ ഒരു മിനിറ്റ് ബേബി വോയിസിൽ സംസാരിക്കുക. എന്തോ ആരോടാ സംസാരിക്കുന്നത്? എന്നോട് സംസാരിച്ചു. ചിക്കു അച്ഛനോട് സംസാരിച്ചു. ഹായ്, മോന്റെ പേരെന്താ? ടുട്ടുമോൻ എത്രല്ലേ പഠിക്കുന്നേ? 2-ലാണോ പഠിക്കുന്നേ? ആണോ? എന്തോ സത്യമായിട്ട് നിന്റെ മുഖത്ത് എഴുതി വെച്ചേക്കുന്നു നീ പൊട്ടനാണ്. അങ്ങനെ മുഖത്തേക്ക് പറഞ്ഞോളാ. ടുട്ടുമോനൊരു പാട്ട് പാടിക്കേ. ടുട്ടുമോന്റെ ഫേവറേറ്റ് പാട്ട് ഏതാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പാടാം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. മോൻ പഠിച്ച പാട്ടോ മോൻ കേട്ട പാട്ടോ? ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പാടാം. ലജ്ജാവതിയോട് അത് മാത്രമല്ലേ വേറെ കുറച്ചുകൂടി ഉണ്ടല്ലോ റുക്സ്, അതും കൂടി പറ. മതി, ഇത്രയും മതി. ഇതിന് കൂടുതലിട്ട് അത് പാടി നമ്മൾ ജാസ്തി എന്നെ തല്ലും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ട്രൂത്ത് തന്നെ. എനിക്ക് അത്രയില്ല. ഓഫ് കോഴ്സ്. എന്റെ അച്ഛന്റെ ഒരു ഇത് ദൈവമേ പുറത്ത് വേറെ ആർക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചേക്കുന്ന ഒരു ടാലന്റ് എന്താ? ടാലന്റോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിന്റെ പേര് വേറെയാ. ടാലന്റ് അല്ലെങ്കിൽ ഒരു സ്വഭാവം വേറെ ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു സ്വഭാവം. നാഗവല്ലി. അങ്ങനെയല്ല. അതും പറയാല്ലേ. ഒരാവശ്യമില്ലാണ്ട് ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കും. എനിക്കറിയാം ഇപ്പം ഇവനാണെന്നുണ്ടെങ്കിലും എന്നെ ഒരു നല്ല രീതിക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടും. ഒരു ആവശ്യമില്ലാണ്ട് പറയാണ്ട് തൊട്ടാമുട്ടിയാ 4 കത്ത്. പിന്നെ ഫൈറ്റ് അതേ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും സ്റ്റാർട്ടിംഗ് എൻഡിങ് വരെ ഞാൻ വേണമെങ്കിൽ പോവും. ചിക്കു എന്നെ വിളിക്കാൻ ഒരു അച്ചു കുഴപ്പമില്ല വാ 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 വാ. അഭിനയിച്ചിട്ടൊക്കെ ഞാൻ പറയും. പക്ഷെ ദേഷ്യമൊക്കെ അമ്മേന്റെ അടുത്ത് ഞാൻ ദേഷ്യപ്പെടും. സൂപ്പറായിട്ട് എല്ലാരോടും ദേഷ്യപ്പെടും നല്ല രീതിക്ക്. ഒന്നാമത് എനിക്ക് PCOD കൂടി ഉള്ളതുകൊണ്ട് ഒന്നാമത് മൂഡ് സ്വിങ്സ് കൂടുതലായിരിക്കും ഒന്നാമത്. പക്ഷെ അതിന് മുന്നേ എനിക്കുണ്ട് ഈ ദേഷ്യങ്ങളൊക്കെ.
അടിയും ബഹളമൊക്കെ ഉണ്ട്. നല്ല രീതിക്ക് അതാർക്കും വേണ്ട. കാരണം സ്നേഹിക്കുന്നവന്റെ അടുത്ത് നമ്മൾ അവർക്ക് ഹേർട്ട് ആവുമല്ലോ ചെയ്യുന്നത്. എനിക്കത് അറിയാം, എന്നാലും എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഓക്കെ എന്തായാലും ഈ പ്രതികരണ ശേഷിയൊക്കെ ഉള്ള ആർക്കല്ലേ ഏറ്റവും കൂടുതൽ? രണ്ടാൾക്കും ഉണ്ട്. സാമാജിക പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഇടപെട്ട് നിങ്ങൾ എല്ലാത്തിനും തെറ്റുകളുടെ ഇടപെടും. എന്താണ് ലാസ്റ്റ് ഇടപെട്ട പ്രശ്നം? മറ്റൊരു കൊച്ചിനെ ഒരു കപ്പിള് കൂടിയിട്ട് കൊന്നില്ലേ, മരിച്ചില്ലേ. നിങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയ നമ്മുടെ കണ്ടന്റ് ത്രൂ നമ്മൾ ചെയ്തു പ്രതികരിച്ചു. അതായത് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയത്തില്ലേ ആ സീനിനെ, അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് പ്രതികരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ചില ഫെമിനിസ്റ്റുകളെ ഇഷ്ടമല്ല. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ നടക്കുന്ന ചില ഫെമിനിസ്റ്റുകളെ റിയൽ ഫെമിനിസ്റ്റ് അല്ലാത്ത ആൾക്കാർ. ഫെമിനിസം നല്ലതാണ്. പലരും കൂടെ പോകുന്ന അതിന് സീരിയസ്ലി ഫെമിനിസ്റ്റ് അടക്കം നാണക്കേട് തോന്നിക്കുന്ന ഒരു ഇതാണ് ആ പേരിനടക്കം. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിക്കാം, ആ സ്ത്രീ വളർന്നിരുന്നു ഒരു ഓവുലേഷൻ പീരീഡില്, അത് ഏതൊരു പുരുഷനെ കിട്ടിയാലും ഒരു സ്ത്രീക്ക് സെക്സ് ചെയ്യാൻ തോന്നുന്നു. വളരെ തെറ്റാണത്, നല്ല രീതിക്ക് തെറ്റാണ്. ഓവുലേഷൻ പീരീഡിൽ ഏതൊരു ഗേളും അങ്ങനെ ഒരു തോട്ട് പോകത്തേ ഇല്ല. അതും ഏതൊരു പുരുഷനും എന്നുള്ള രീതിക്ക് അത്രയും വിയേർഡായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. മേ ബി ആ പറഞ്ഞ ആൾ അത്രത്തോളം വിയേർഡായിട്ട് ചിന്തിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് പിന്നെ ഇതിനൊക്കെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? അതൊരു ബുദ്ധിയില്ലായ്മയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാ. അങ്ങനെ പറയുമ്പോ എത്ര പേര് ഈ ഓവുലേഷൻ പറഞ്ഞ എല്ലാ സ്ത്രീകൾക്കും വരുന്ന കാര്യമാണ്. നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണത്. അതിന് ഇത്രത്തോളം ബാഡായിട്ട് ഒരാൾ പറയാന്നുണ്ടെങ്കിൽ അതും ഒരു വുമൺ തന്നെ ഇങ്ങനെ അവരെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ഞാനാണ് ഫെമിനിസ്റ്റ്. പിന്നെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇക്വാലിറ്റി നല്ലതാണ്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഫീമെയിൽ കാറ്റഗറി മാത്രം ഉയർത്താൻ നോക്കുന്ന കുറെ ഫെമിനിസ്റ്റുകളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പോ ഒരു കേസ് വന്നു, ഒരു പയ്യനൊരു കേസ് വന്നു, അവൻ റേപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അവൻ റേപ്പിസ്റ്റ് ആണെങ്കിൽ അവൻ അനുഭവിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവൻ അപ്പൊ തന്നെ പിടിച്ച് ജയിലിലിടും. കാരണം ഒരു സ്ത്രീ കേസ് കൊടുത്ത് അപ്പൊ തന്നെ അവനെ പിടിച്ച് ജയിലിലിടും. ഇട്ട് കഴിഞ്ഞാൽ അവൻ സോഷ്യൽ മീഡിയയിൽ അവൻ മൊത്തത്തില് പണി കിട്ടും. സോഷ്യൽ മീഡിയയിൽ അവൻ എടുത്തിട്ട് അലക്കും, എല്ലായിടത്തും ന്യൂസിൽ അവന് ഫോട്ടോ ഇടും. എന്താ പറഞ്ഞേ, മൊത്തത്തിൽ അവൻ എടുത്തിട്ട് അലക്കും. നേരെ തിരിച്ചിപ്പോ ആ സ്ത്രീയുടെ ഒരു ഫോട്ടോ പോലും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്വാലിറ്റി സംസാരിക്കുന്നവർക്ക് ഇതും സംസാരിക്കാമല്ലോ, സംസാരിക്കാം. അത് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാളെ ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ ആ പീഡനവുമായി 5 പേര് അറസ്റ്റ് ചെയ്യും. ഈ അറസ്റ്റ് ചെയ്ത 5 പേരുടെ ഫോട്ടോയും ഈ പത്രത്തിലും എല്ലാ മാധ്യമങ്ങളിലും വരും. കുറച്ചാൾ ചിലപ്പോൾ അതിൽ ഒരാളായിരിക്കാം, ചിലപ്പോൾ 5 പേരും ആയിരിക്കില്ല. ചിലപ്പോൾ ആ ഒരാളാണെങ്കിൽ അയാളായിരിക്കും ഒന്നാം പ്രതി, മെയിൻ പ്രതി, ബാക്കി ചിലപ്പോൾ കൂടെ അറസ്റ്റ് ചെയ്തതായിരിക്കാം. പക്ഷെ ഇവരെല്ലാരും അയാള് നിരപരാധിയും തെളിഞ്ഞാലും അയാൾ എടുത്തിട്ട് വീണ്ടും അയാൾക്ക് സോഷ്യൽ മീഡിയ പുള്ളിക്കെല്ലാം അനുഭവിക്കും. സംഭവം ഈ അടുത്തൊരു ഒരു പ്രായമുള്ള സ്കൂളിൽ ഒരു വാച്ച്മാനോ 8 വർഷം കൊണ്ട് അദ്ദേഹം ജയിലിൽ കിടന്നയാൾ പുറത്ത് ആർക്ക് പോയി ഇവിടെ അതിനെ കുറിച്ച് ചോദിക്കാനും ആരുമില്ല. അപ്പൊ നോക്കുമ്പോ ഫെമിനിസം ഇത് കണക്ട് അല്ലേ? അത് ഇക്വാലിറ്റി സംസാരിക്കുമ്പോൾ ഇവർക്ക് സംസാരിച്ചൂടെ? അപ്പൊ ആണുങ്ങൾക്ക് വേണ്ടിയും സംഘടനയുണ്ട്, ഈ ഒരു കാര്യത്തിൽ മാത്രം ഉണ്ടാവുമ്പോ ഭയങ്കര ചർച്ച ചെയ്തൊക്കെ വരുമെങ്കിലും അടുത്ത ടോപ്പിക് കിട്ടുമ്പോ അതിന്റെ പുറകെ. പക്ഷെ ഇതിനോട് ഇനി സംഭവിക്കാൻ പോകുന്നത്, നാളെ ഒരു പീഡനം നടന്നു നിൽക്കും, ആദ്യം പിടിക്കുന്നവരെ ഫോട്ടോ പത്രത്തിൽ തെളിഞ്ഞു നിൽക്കും. അവർ പ്രതിയാണോ അല്ലേന്നുള്ളതല്ല, അറസ്റ്റ് ചെയ്തു. അത് ഒരിക്കലും എന്റെ അഭിപ്രായത്തിൽ അതൊക്കെ ആ നിയമവ്യവസ്ഥയൊക്കെ മാറ്റണം. കാരണം ഇതൊക്കെ ഒരുപാട് വർഷം മുമ്പുള്ള ഒരു നിയമമാണ്. അതൊക്കെ മാറ്റണം. അത് എന്താ ഈ ഒരു കാലഘട്ടത്തിലും അല്ലേ? അതെ, എന്തായാലും പ്രതികരിക്കണം. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ തിരിച്ചു പോവുക. സമൂഹം ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നുമാണ്. അതിനെതിരെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അമ്മയാണ്. നിങ്ങളുടെ അമ്മ കുറച്ചു മുമ്പ് എന്നോടായിട്ടും പ്രേക്ഷകരോടും പറഞ്ഞത്, എന്റെ മക്കളെ എനിക്ക് വിശ്വാസമാണ്, അവരത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല എന്നാണ്. അമ്മ വളർത്തിയതിന്റെ ഗുണം കൂടിയാണ്. അപ്പൊ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോവുക. മക്കൾ അതുകൊണ്ട് പഠിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടെ തന്നെ ഒരുപാട് നമ്മൾ ചെയ്യട്ടെ. രണ്ടുപേരും
വിചാരിച്ച പോലെ അമ്മ പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിച്ച പോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അമ്മയ്ക്ക് ഒരു തരി പോലും പൊന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ലോഡ് പൊന്നു രണ്ടുപേർക്ക് ഒരുപാട് ആശംസകൾ എല്ലാം പറഞ്ഞടാ. താങ്ക് യു.